ഹലോ എവ്രിവൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ +1 ജിയോഗ്രഫിയിലെ ഇന്റീരിയർ ഓഫ് ദ എർത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഭൂമിയുടെ ഇന്റീരിയറിൽ, അതായത് ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന് പഠിക്കുന്ന കുറച്ചധികം സോഴ്സസിനെ കുറിച്ചും കുറച്ചധികം മെത്തേഡ്സിനെ കുറിച്ചും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന പോർഷൻ ആണ്. ഈ ഒരു ചാപ്റ്ററിന്റെ കോർ ആയിട്ടുള്ള പോർഷൻസ് എന്ന് പറയുന്നത് എർത്ത് ക്വേക്കും വോൾക്കാനിക് ഇറപ്ഷനും സ്ട്രക്ചർ ഓഫ് ദ എർത്തും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ പോർഷൻസ് ആയിരിക്കും. സോ ഫസ്റ്റ് സ്ലൈഡിൽ, അതായത് ഫസ്റ്റ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എർത്ത് ക്വേക്കിനെ കുറിച്ചാണ്. നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതിന്റെ ഒരു അത്യാവശ്യം വൃത്തിയുള്ള ഒരു ഡെഫിനിഷനും അതിനൊരു നല്ല ബാക്ക് സ്റ്റോറിയും പറയാൻ നമുക്ക് പറ്റിയാൽ ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് അത്യാവശ്യം ഒരു ധാരണയുണ്ട് എന്നാണ് വിചാരിക്കുക. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ടോപ്പിക് എർത്ത് ക്വേക്ക്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഷേക്കിംഗ് ഓഫ് ദ എർത്ത് കോസ്ഡ് ഡ്യൂ ടു ദ റിലീസ് ഓഫ് എനർജി which generates waves that travel in all direction. ഓക്കെ, എന്തോ വേവ്സ് ഒക്കെ പറയുന്നു, പിന്നെ എനർജി റിലീസിനെ കുറിച്ച് പറയുന്നു. അത് കാരണമാണ് ഷേക്കിംഗ് ഓഫ് എർത്ത് വിച്ച് ഇസ് എർത്ത് ക്വേക്ക് ഉണ്ടാകുന്നതെന്ന് പറയുന്നു. സോ ഇതെല്ലാം എങ്ങനെയാണെന്ന് നമ്മൾ ഇപ്പൊ പറയും. ഇപ്പൊ പഠിക്കുക. ഷേക്കിംഗ് ഓഫ് ദ എർത്ത് കോസ് ഡ്യൂ ടു ദ റിലീസ് ഓഫ് എനർജി വിച്ച് ജനറേറ്റ്സ് വേവ്സ് ദാറ്റ് ട്രാവൽ ഇൻ ഓൾ ഡിറക്ഷൻ. സോ അടുത്ത പോയിന്റ് ആയിട്ട് ഇവർ പറയുന്നുണ്ട് the release of energy. ഇവിടെ പറഞ്ഞ the release of energy occurs along a fault. എന്താണ് fault? A fault എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഏറ്റവും ഔട്ടർ പാർട്ടിലുള്ള ക്രസ്റ്റ് എന്നാണ് ആ പാർട്ടിനെ വിളിക്കുന്നത്. നമ്മൾ സ്ട്രക്ചർ ഓഫ് എർത്ത് പറയുമ്പോൾ ഈ ക്രസ്റ്റ് എന്താണെന്ന് കുറച്ചുകൂടെ വ്യക്തമായി പഠിക്കും. തൽക്കാലം മനസ്സിലാക്കുക, ഏറ്റവും ഔട്ട്സൈഡ് ഉള്ള പാർട്ടിനെ നമുക്ക് ക്രസ്റ്റ് എന്ന് വിളിക്കാം. അവിടെയുള്ള ഷാർപ്പായിട്ടുള്ള ബ്രേക്സ്, ക്രസ്റ്റിലുള്ള റോക്സിന്റെ ഷാർപ്പായിട്ടുള്ള ബ്രേക്സിനെയാണ് നമ്മൾ ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഉറപ്പായിട്ടും ഈ റോക്സ് അടുത്തടുത്തിരിക്കുന്നതായിരിക്കും അല്ലേ. അപ്പം അടുത്തടുത്തിരിക്കുന്ന സാധനങ്ങളാണെങ്കിൽ അതിൽ ഫ്രിക്ഷൻ ഉണ്ടാകും അല്ലേ. സോ ഫ്രിക്ഷൻ ഫോഴ്സ് കാരണമാണ് നമുക്ക് ഈ ഒരു എനർജി ഇവിടെ റിലീസ് ചെയ്യുന്നത്. സോ അത് മനസ്സിലാക്കുക. അതിനെക്കുറിച്ചാണ് ഈ ഒരു പാസേജിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ എനർജി റിലീസ് ചെയ്യുന്ന പോയിന്റിനെ പറയുന്ന പേരാണ് ഫോക്കസ്. ഓക്കെ, എനർജി റിലീസ് ചെയ്യുന്ന പോയിന്റിനെയാണ് ഫോക്കസ് എന്ന് പറയുന്നത്. പോയിന്റ് വേർ ദ എനർജി ഇസ് റിലീസ് ഇസ് കോൾഡ് ദ ഫോക്കസ്. അല്ലെങ്കിൽ ഇതിനെ ഹൈപ്പോസെന്റർ എന്നും നമുക്ക് വിളിക്കാം. ഫോക്കസ് ഓർ ഹൈപ്പോസെന്റർ. ഇനി നമ്മുടെ ഈ എനർജി റിലീസ് ചെയ്യപ്പെടുന്ന ഒരു പോയിന്റ് നമുക്ക് കുറച്ച് വരകളൊക്കെ വരച്ചു നോക്കാം. ഇവിടെ നിങ്ങോട്ട്, ഇവിടെ നിങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിങ്ങോട്ട്. അപ്പൊ ഇതിലെ ഏറ്റവും ചെറിയ വര ഏതാണ്? ഇത്. സോ ദ പോയിന്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് വിച്ച് ഇസ് നിയറസ്റ്റ് ടു ദ ഫോക്കസ്. ഫോക്കസ് എന്ന് സർഫസിലോട്ട് ഏറ്റവും അടുത്തുള്ള പോയിന്റിനെയാണ് നമ്മൾ എപ്പിസെന്റർ എന്ന് വിളിക്കുന്നത്. ഓൾറൈറ്റ്. സോ ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഫോർ എർത്ത് ക്വേക്ക്, ദെൻ ക്രസ്റ്റൽ റോക്സ് എന്താണെന്ന് പറഞ്ഞു, ഫോൾട്ട് എന്താണെന്ന് പറഞ്ഞു, ഫോക്കസ് അഥവാ ഹൈപ്പോസെന്റർ എന്താണെന്ന് പറഞ്ഞു, എപ്പിസെന്റർ എന്താണെന്ന് പറഞ്ഞു. അടുത്തത് നമ്മൾ കുറച്ചു മുന്നേ ഡിസ്കസ് ചെയ്ത വേവ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് എല്ലാ നാച്ചുറൽ ആയിട്ടുള്ള എർത്ത് ക്വേക്സും എവിടെയാണ്? ലിത്തോസ്ഫിയറിലാണ് നടക്കുന്നത്. ടൈപ്സ് ഓഫ് വേവ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ എർത്ത് ക്വേക്ക് വേവ്സ് എന്ന് പറയുന്നത് ബേസിക്കലി രണ്ട് ടൈപ്സ് ഉണ്ട്. ബോഡി വേവ്സ് എന്നും സർഫസ് വേവ്സ് എന്നും. ഈ പേരിൽ നിന്ന് തന്നെ ബോഡി വേവ്സ് എന്ന് പറയുന്നത് എർത്തിന്റെ ബോഡിയിലൂടെ ഉള്ള വേവ്സ് അല്ലെങ്കിൽ ബോഡിയിലൂടെ ട്രാവൽ ചെയ്യുന്ന വേവ്സിനെയാണ് നമ്മൾ ബോഡി വേവ്സ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ എന്താണ്? ബോഡി വേവ്സ് ആർ ജനറേറ്റഡ് ഡ്യൂ ടു റിലീസ് ഓഫ് എനർജി അറ്റ് ദ ഫോക്കസ് ആൻഡ് മൂവ്സ് ഇൻ ഓൾ ഡിറക്ഷൻസ് ട്രാവലിംഗ് ത്രൂ ദ ബോഡി ഓഫ് ദ എർത്ത്. ബോഡി ഓഫ് ദ എർത്ത് വഴി ട്രാവൽ ചെയ്യുന്ന വേവ്സിനെയാണ് ബോഡി വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോക്കസിൽ ജനറേറ്റ് ചെയ്യുന്ന ആ വേവ് ബോഡിയിലൂടെ ട്രാവൽ ചെയ്യാതെ എങ്ങനെയാണ് സർഫസിൽ എത്തുന്നത്? അപ്പൊ ഉറപ്പായിട്ടും ബോഡി വേവ്സും സർഫസ് വേവ്സും ആയിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഈ ബോഡി വേവ്സ് സർഫസിലുള്ള റോക്സുമായിട്ട് ഇന്ററാക്ട് ചെയ്തുണ്ടാകുന്ന പുതിയ സെറ്റ് ഓഫ് വേവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർഫസ് വേവ്സ് എന്ന് പറയുന്നത്. ഈ പറയുന്ന വേവ്സ് സർഫസിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു ഐഡിയ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഡെൻസിറ്റി കൂടുന്തോറും വെലോസിറ്റി കൂടും. ഓക്കെ, നമ്മൾ ഈ ഒരു എർത്ത് ക്വേക്ക് ഒക്കെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സേ ഫോർ എക്സാമ്പിൾ, ഒരു ലൈനിന്റെ ഒരറ്റം മുതൽ വേറെ അറ്റം വരെ ഞാനും നിങ്ങൾ നിൽക്കാന്ന് വിചാരിക്കുക. എനിക്ക് ഒരു സാധനം നിങ്ങളുടെ കയ്യിൽ എത്തിക്കണം. ഓക്കെ, നമ്മുടെ ഇടയിൽ കുറച്ചധികം ആൾക്കാർ നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് ഈസി ആയിട്ട് ഈ സാധനം നിങ്ങളുടെ അടുത്ത് എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് ടഫ് ആയിരിക്കും അല്ലേ. സോ അതുപോലെ തന്നെ ഡെൻസിറ്റി എണ്ണം കൂടുന്തോറും ആ വെലോസിറ്റി സ്പീഡ്, ആ പോകുന്ന സാധനം പെട്ടെന്ന് അതർ സൈഡിൽ എത്തും. സോ ഈ ഒരു ഐഡിയ മനസ്സിലാക്കുക. ഫൈൻ. സോ ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ലിത്തോസ്ഫിയറിലാണ് എല്ലാ നാച്ചുറൽ എർത്ത് ക്വേക്സും നടക്കുന്നത്. പിന്നെ ബോഡി വേവ്സ് എന്താണ്, സർഫസ് വേവ്സ് എന്താണ്, പിന്നെ ബോഡി വേവ്സിനും സർഫസ് വേവ്സിനും അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്,
അതും പറഞ്ഞു. പിന്നെ ഡെൻസിറ്റിയും വെലോസിറ്റിയും തമ്മിലുള്ള ഒരു ഇക്വേഷൻ അത് തമ്മിലുള്ള ഒരു റിലേഷനും നമ്മൾ പറഞ്ഞു. ഇനി ബോഡി വേവ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. പി വേവ്സ് എന്നും എസ് വേവ്സ് എന്നും. സോ പി വേവ്സ് എന്ന് പറയുന്നത് പ്രൈമറി വേവ്സ്. പ്രൈമറി എന്ന് പറയുമ്പോൾ ആദ്യം സർഫസിലെത്തുന്ന വേവ്സിനെയാണ് നമ്മൾ പി വേവ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ വേവ്സിന്റെ പ്രത്യേകത അത് സോളിഡ്, ഗ്യാസ്, ലിക്വിഡ് എല്ലാ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസിലൂടെ പാസ് ചെയ്ത് പോകും. ആൻഡ് ഇത് നമ്മുടെ സൗണ്ട് വേവ്സിന് സിമിലർ ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ഇലസ്ട്രേഷൻ കാണിക്കാം, ഒരു വീഡിയോ കാണിക്കാം. സൗണ്ട് വേവ്സ് എങ്ങനെയാ മൂവ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ ഇതുപോലെ ആയിരിക്കും സൗണ്ട് വേവ്സ് മൂവ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം നമുക്ക് എസ് വേവ്സ് എന്ന് പറയുന്ന വേറൊരു കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എസ് വേവ്സ് എന്ന് വെച്ചാൽ സെക്കൻഡറി വേവ്സ്. നേരത്തെ പ്രൈമറി ഫസ്റ്റ് എത്തുമെങ്കിൽ എസ് വേവ്സ് ഡെഫിനറ്റ്ലി കുറച്ച് ടൈം എടുത്തെത്തുന്നതായിരിക്കും എസ് വേവ്സ്. സോ സർഫസിൽ കുറച്ച് ടൈം എടുത്തെത്തുന്ന വേവ്സിനെയാണ് എസ് വേവ്സ് എന്ന് പറയുന്നത്. എസ് വേവ്സിന്റെ മൂവ്മെന്റ് നോക്കാം. കണ്ടോ, എസ് വേവ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു പോർഷനിൽ എസ് വേവ്സ് സോളിഡ് മെറ്റീരിയൽസിലൂടെ മാത്രമേ പാസ് ത്രൂ ചെയ്യൂ. ഓക്കെ, സോ അതും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ സർഫസ് വേവ്സ് ആണ് കുറച്ചധികം ഡിസ്ട്രക്ഷൻസ് ഉണ്ടാക്കുന്നത്. സിസ്മോഗ്രാഫിൽ ഏറ്റവും ലാസ്റ്റ് മാർക്ക് ചെയ്യുന്നത് സർഫസ് വേവ്സ് ആണ്. ഇത് ഒരുപാട് റോക്സിന്റെ ഡിസ്പ്ലേസ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കും ആൻഡ് സ്ട്രക്ചറൽ കൊളാപ്സും ഉണ്ടാക്കും. സോ ഈ പോയിന്റ്സ് ഒക്കെയാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഷാഡോ സോൺ. ക്വിക്ക് വേവ്സ് എല്ലായിടത്തും റെക്കോർഡ് ചെയ്യപ്പെടണം എന്നില്ല. സോ റെക്കോർഡ് ചെയ്യപ്പെടാത്ത സ്ഥലങ്ങൾ, അവിടെയാണ് നമ്മൾ ഷാഡോ സോൺ എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ there exist some specific areas where the waves are not reported. Such zones are called shadow zone. Okay, ഇനി ഷാഡോ സോൺ എന്ന് വെച്ചാൽ നമുക്ക് എവിടെയാണോ സിസ്മോഗ്രാഫിൽ ഈ ഒരു പെർട്ടിക്കുലർ എർത്ത് ക്വേക്കിന്റെ വേവ്സ് മാർക്ക് ചെയ്യാൻ പറ്റാത്തത്, ഞാൻ ആ പറഞ്ഞ വേർഡിംഗ് സൂക്ഷിച്ചു കേൾക്കുക. ഈ ഒരു പെർട്ടിക്കുലർ എർത്ത് ക്വേക്ക്, അതായത് ഒരു പെർട്ടിക്കുലർ എർത്ത് ക്വേക്കിന് ഉള്ള ഷാഡോ സോൺ ആയിരിക്കണം എന്നില്ല വേറൊരു പെർട്ടിക്കുലർ എർത്ത് ക്വേക്ക്. ക്വസ്റ്റ്യൻ, ഒരു സ്ഥലത്ത് ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായി, അപ്പം അതിന് ഒരു ഷാഡോ സോൺ ഉണ്ടായ ഒരു റീജിയൻ, സേ ഫോർ എക്സാമ്പിൾ അമേരിക്ക ഒരു ഷാഡോ സോൺ റീജിയൻ ആണെന്ന് വെക്കുക ഇന്നുണ്ടായ ഒരു എർത്ത് ക്വേക്കിന്. ഓക്കെ, പക്ഷേ നാളെ വേറൊരു എർത്ത് ക്വേക്ക് വേറൊരു ഫോക്കസിൽ ഉണ്ടായി എന്ന് വിചാരിക്കാം. അപ്പം അതിനും അമേരിക്ക ഷാഡോ സോൺ ആയിരിക്കുമോ? അല്ല, ഫോക്കസ് അനുസരിച്ച് ഷാഡോ സോൺ മാറും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫോക്കസ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എപ്പിസെന്റർ എന്ന് പറയുന്ന ഐഡിയ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ എപ്പിസെന്റർ എന്താണ്? ഫോക്കസിന്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് സർഫസിലുള്ള പോയിന്റ് ആണ് എപ്പിസെന്റർ. സോ ഫോക്കസ് മാറുന്ന അനുസരിച്ച് എപ്പിസെന്റർ മാറും. എപ്പിസെന്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഷാഡോ സോൺ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഷാഡോ സോൺ നമുക്കൊന്ന് പ്രാക്ടിക്കലി ഒന്ന് എന്താണെന്നൊന്ന് വരച്ചു നോക്കാം. സോ അതിന് വരച്ചിരിക്കുന്ന രണ്ട് പിക്ചേഴ്സ് ആണിത്. ഷാഡോ സോൺ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എപ്പിസെന്റർ ഡിപ്പെൻഡന്റ് ആണ്. സോ എപ്പിസെന്ററിൽ നിന്ന് 105 ഡിഗ്രിയും 45 ഡിഗ്രിയും മാർക്ക് ചെയ്താൽ അതിനിടയിലുള്ള സ്പേസിലാണ് നമുക്ക് പി വേവിന്റെ ഷാഡോ സോൺ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതുപോലെ എസ് വേവ് ആണെങ്കിൽ എപ്പിസെന്റർ ഇവിടെ, അതിൽ നിന്ന് 105 ഡിഗ്രി മാർക്ക് ചെയ്യുക രണ്ട് സൈഡിലും, എന്നിട്ട് അതിന്റെ ഇടയിലുള്ള സോൺ, അതിനെയാണ് നമ്മൾ എസ് വേവിന്റെ ഷാഡോ സോൺ എന്ന് പറയുന്നത്. ഈ രണ്ട് ഐഡിയാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് അവിടെ പോയിന്റ്സ് ആയിട്ട് പറയേണ്ടി വരും. അത്രേ ഉള്ളൂ. എർത്ത് ക്വേക്കിനെ കുറിച്ച് ഈ ചാപ്റ്ററിലുള്ള അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു.